വർഷങ്ങളായി ഈ ദേശത്തെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നെങ്കിലും ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം സണ്ണിച്ചേട്ടനെ ദൈവം ഇത്രത്തോളം ഒരുക്കിയല്ലോ. അതിന് ABCDയും റോയൽ എൻഫീൽഡ് കമ്പനിക്കാരുടെ എല്ലാ ട്രെയിനിങ്ങുകളും കിട്ടി ഒരു BS6 നിലവാരത്തിലുള്ള വാഹനം ശരിയായ രീതിയിൽ പണിതീർക്കത്തക്ക വിധത്തിൽ സണ്ണിച്ചേട്ടനെ ദൈവം സഹായിക്കുന്നു. സണ്ണിച്ചേട്ടനെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വിശിഷ്ട അതിഥികളായി വന്നിരിക്കുന്ന സാറ് നമ്മളെ തമിഴ്നാട് ടൂ വീലർ അസോസിയേഷൻ്റെ പ്രസിഡന്റ്, ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ 40 വർഷമായി വടവാതൂർ ജംഗ്ഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഈ വർക്ക്ഷോപ്പിൻ്റെ രൂപവും ഘടനയും മാറ്റി പുതിയ ഒരു തലത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. 40 വർഷമായി വടവാതൂരും പരിസര പ്രദേശമുള്ള എല്ലാ ടൂ വീലറുകളും യഥേഷ്ടം പണിയുകയും എല്ലാവരുമായിട്ട് സൗഹൃദം പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സണ്ണി, എനിക്കൊരു ഭാഗ്യം ഇതിനകത്തുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ വർക്ക്ഷോപ്പിൽ പണിയുവാനുള്ള ഒരാഗ്രഹവും ഒരു സാഹചര്യം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ബുള്ളറ്റ് എന്ന് പറയുന്ന ആ വാഹനത്തിലേക്ക് തന്നെ മാറിക്കൊണ്ട് വർക്ക്ഷോപ്പിൻ്റെ രൂപവും ഘടനയും മാറ്റി പുതിയതായി ആരംഭിക്കുകയാണ്. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ആരംഭിച്ചതാണ് ഈ വർക്ക്ഷോപ്പ്. അന്നെന്റെ ആശാൻ ഉദ്ഘാടനം ചെയ്തതായിരുന്നു ഈ സ്ഥാപനം. ഇന്ന് ഈ വർഷപ്പോ ഉദ്ഘാടനം ഇങ്ങനെ റോയൽ എൻഫീൽഡ് മാത്രം പണിയത്തക്ക രീതിക്ക് സജ്ജമാക്കിപ്പോൾ അതും സാധ്യമാവും. അന്ന് ഞാൻ ഈ വർക്ക്ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ ആകെയുള്ള മുതൽ മുടക്കം എന്ന് പറയുന്നത് 1000 രൂപ ആയിരുന്നു. ഉദ്ഘാടനം ചെയ്തത് MRFിലെ KL ജോസഫ് എന്ന് പറയുന്ന ആളുടെ KLO 8088 എന്ന് പറയുന്നത് ST മോട്ടോർസൈക്കിളാണ്. ഞാൻ ഇന്നലെ ചെന്ന് അദ്ദേഹത്തെയും വിളിച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ആരോഗ്യം ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം വരാൻ സാധിക്കത്തില്ല, എൻ്റെ മനസ്സ് പിടിയുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം മൈസൂർ ടൂർ പോയപ്പോൾ എൻ്റെ പേർക്ക് ഒരു താഴ് മേടിച്ചിട്ടുണ്ട് ഒരു 42 കൊല്ലം മുമ്പ്. ഈ 42 കൊല്ലവും ആ താഴിട്ടാണ് ഈ സ്ഥാപനം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഭദ്രമായിട്ട് ആ താഴത്തിനാണ് ഇന്നും ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് എന്നെ ഇത്രയും വരെ എത്തിച്ച സാഹചര്യങ്ങൾ. ഞാൻ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കാൻ ഉണ്ടായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ സംഘടനാ പ്രവർത്തനമായിട്ട് നടന്ന ഒരാളായിരുന്നു. അതുമായിട്ട് വലിയ ലഹരിയായിട്ട് ഞാൻ കൊണ്ടു നടന്നു. ഒരു സമയത്ത് ABCD എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ ഞാൻ അംഗമാകാനിടയായി. അന്ന് തൊട്ട് എനിക്ക് അഭിവൃദ്ധിയാണ്. தமிழ்தான் தெரியும், புரியுமா தெரியாது. குரு பிரம்மா குரு விஷ்ணு குருதேவம் மகேஸ்வரா குரு சாட்சா பரபிரம்மா தஸ்மை செய் குரவே நம. கடவுள் சன்னிய சார நல்லா வாழ்த்தி ஒர்க் ஷாப் நல்லா முன்னேறணும், அதுதான் என்னோட பிரார்த்தனை. ஸோ எனக்கு இந்த வாழ்க்கை கொடுத்ததுக்கு சன்னி சாருக்கு, சசி சாருக்கு, சிதம்பரம் சாருக்கு, சபி சாருக்கு, இவங்க எல்லாரும் தான் இந்த இன்வைட் பண்ணதுனால நான் சென்னையிலேருந்து வந்திருக்கேன் இந்த விழால பங்கு கொள்றதுக்கு. எனக்கு ரொம்ப சந்தோஷம். ABCD உங்க குரூப், அந்த மெக்கானிக்ஸ் குரூப் நல்லா முன்னேறணும், நல்லா கற்றுக்கணும், புது புது டெக்னாலஜி கற்றுக்கிட்டு நல்லா இது பண்ணணும், அதுதான் என்னோட வாழ்த்து. அதுக்கோசம் என்னை எந்த கேள்வியெல்லாம் கேளுங்க,
அவங்க எல்லாருக்கும் கற்றுக் கொடுக்கிறதுக்கு நான் ரொம்ப சந்தோஷப்படுறேன். தேங்க்யூ வெரி மச், தேங்க்யூ வெரி மச். நன்றி நன்றி. ട്രെയിനിങ് കൊടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട യൂണിവേഴ്സിറ്റി സാറിനെ ഹൃദയപൂർവ്വം ഒരുപാട് സംസാരിക്കാനായി സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് സാർ, ശശികുമാർ സാർ, നമ്മുടെ പ്രസിഡന്റ് സോമൻ സാർ, എല്ലാവർക്കും ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ഒരു റോയൽ എൻഫീൽഡിന്റെ ഒരു ട്രെയിനർ എന്നുള്ള നിലയിൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സണ്ണിച്ചാണ്ടനുമായിട്ട് എനിക്ക് പരിചയം തുടങ്ങിയത് തന്നെ ഞാൻ ഒരു റോയൽ എൻഫീൽഡിന്റെ പുതിയ BS6 സംവിധാനങ്ങളുടെ ട്രെയിനിങ് നടത്തിക്കൊണ്ടാണ്. ആ സമയത്ത് ട്രെയിനിങ് നടക്കുന്ന സമയത്ത് പലപ്പോഴും പല FLM ട്രെയിനിങ്ങുകളും അതല്ലെങ്കിൽ പുറത്തുള്ള ടെക്നീഷ്യൻസിന്റെ ഒരു ട്രെയിനിങ്ങുകൾ നമ്മളവിടെ കണ്ടക്ട് ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്താണ് എന്നോട് മിഥുൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ട്രെയിനിങ് ഉണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, ആര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കും. പക്ഷെ ABCD ഗ്രൂപ്പ് അവിടെ വന്നപ്പോൾ എനിക്കത് വളരെ വ്യത്യസ്തമായിട്ടൊരു അനുഭവമായിരുന്നു. കാരണം സാധാരണ രീതിയിൽ ഒരു ട്രെയിനിങ് അവിടെ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 9:30 എന്ന് പറഞ്ഞ ഒരു സമയമുണ്ടെങ്കിൽ ആൾക്കാർ ആരും 9:30 അവിടെ ഉണ്ടാവില്ല. ഇത് പക്ഷെ ഈ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഒരാളൊഴികെ ഒന്നോ രണ്ടോ പേര്, അത് വളരെ അവിചാരിതമായ വാഹനങ്ങളുടെ ബ്രേക്ക് ഡൗൺ അതുപോലുള്ള കാര്യങ്ങൾ മൂലമുണ്ടായ ഒരു അസൗകര്യം അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും കറക്റ്റ് സമയത്ത് നമ്മുടെ ട്രെയിനിങ്, അതായത് അത് തന്നെ സൂചിപ്പിക്കുന്നത് ഇത്രയും പ്രായമായവരും അല്ലെങ്കിൽ ഇത് ഇത്രയും സണിച്ചേട്ടനെ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരുടെ എല്ലാം ഒരു എക്സ്പീരിയൻസ് 40-35 വർഷം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ എന്താണ് ട്രെയിനിങ്, എന്താണ് പുതിയ ടെക്നോളജി എന്ന് പഠിക്കാനായിട്ടുള്ള അത്രയും ഉത്സാഹത്തോടെ വരുന്ന ഒരു സംവിധാനമാണ് ഞാനത് കണ്ടത്. അത് മാത്രമല്ല ട്രെയിനിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് നമുക്ക് പലപ്പോഴും FLM ട്രെയിനിങ്ങുകൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മികവ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വേദിയായിട്ട് മാത്രം പലപ്പോഴും ഈ FLM ട്രെയിനിങ് മാറാറുണ്ട്. പക്ഷെ ഇവിടെ ABCD ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു വ്യക്തികൾ പോലും അങ്ങനെ ഒരു സംവിധാനത്തിലേക്കോ അതല്ലെങ്കിൽ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലാകാത്ത ചെറിയ കാര്യങ്ങൾ പോലും വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അത് ശ്രമിക്കുന്നു. പിന്നീടാണെങ്കിൽ പോലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് എന്നോട് വിളിച്ച് ചോദിക്കുകയും അല്ലെങ്കിൽ എനിക്കറിയാൻ മേലാത്ത കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തവരത് അതിന്റെ കറക്റ്റ് ആൻസർ കിട്ടുന്നോളം വരെ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് എനിക്ക് തോന്നുന്നത് സണ്ണിച്ചേട്ടൻ BS6 ഒന്നുകൂടെ ഉയർന്ന ബുള്ളറ്റ് മാത്രം പണിയാം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് കാര്യങ്ങൾ എത്തുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്നലെ ഞാനൊരു ഈ ട്രെയിനിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് മനസ്സിലാക്കിയ ഒരു ഗ്രൂപ്പാണ് ABC. അപ്പൊ ഞാൻ അതിനൊരു ഉദാഹരണം പറയുന്നത് ഒരു വാഹനം അവര് എന്തോ കാര്യത്തിന് അയച്ചതാണ്. വാഹനം അയച്ചു കഴിഞ്ഞപ്പോൾ വാഹനം എന്ത് ചെയ്താൽ സ്റ്റാർട്ട് ആകില്ല. ബൈക്കല്ല, ഒരു കാറാണ്. പക്ഷെ കാറിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സിസ്റ്റംസ് ഉള്ള ഒരു ബെൻസിന്റെ E-Class. അപ്പോൾ അവരുടെ സംവിധാനം അത് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവര് പറയുന്ന കംപ്ലൈന്റുകൾ ഒന്നുമല്ല, വളരെ നിസ്സാരമായിട്ട് ആ വാഹനത്തിന്റെ ഗിയർ ബോക്സിന്റെ ഡേറ്റ അതിന്റെ സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലേക്ക് പോകുന്നില്ല. ഒരു വയറിന്റെ കണക്ഷന്റെ ഒരു കുഴപ്പമാണ്, അത് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാ ആൾക്കാരും ഇപ്പോഴത്തെ പുതിയ തലമുറയായാലും പഴയ തലമുറയായാലും ഏറ്റവും സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ തലമുറയിലെ വളരെയധികം ആൾക്കാർ ഈ ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കുകയും അതിലേക്ക് മുന്നേറി വരികയും ചെയ്യുന്നു. ഇനി എനിക്ക് സണ്ണിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ സണ്ണിച്ചേട്ടൻ തന്നെ ഇവിടെ 44 വർഷമായി വർക്ക്ഷോപ്പ് തുടങ്ങി എന്ന് അവിടെ നിന്നുള്ളൊരു പ്രയാണത്തിൽ. പക്ഷെ ഈ 44 വർഷമായിട്ടൊരു വർക്ക്ഷോപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. അത് വളരെ വ്യക്തമായിട്ടും വളരെ ഇതായിട്ടും അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് സണ്ണിച്ചേട്ടൻ ഏറ്റവും അനുഗ്രഹപ്രദമായ കാര്യമായിട്ട് പറഞ്ഞത് സണ്ണിച്ചേട്ടൻ ആദ്യമായിട്ട് കയ്യിലേൽപ്പിച്ചു കൊടുത്ത 3 ടൂൾസുകൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം മാതാപിതാ ഗുരു ദൈവം, ഗുരുവിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ സണ്ണിച്ചേട്ടന്റെ അന്നത്തെ ഗുരുനാഥന്റെ അല്ലെങ്കിൽ അന്നത്തെ അനുഗ്രഹം, അതോടൊപ്പം തന്നെ ഗുരുത്വം. ആ ഗുരുത്വം മൂലം നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും ഗുരുത്വം ഇല്ലെങ്കിൽ യാതൊരു കാര്യവും. പക്ഷേ ഒരു ഗുരുത്വം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് എല്ലാ ആൾക്കാരും തന്നെ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സണ്ണിച്ചേട്ടന്റെ ഈ വർക്ക്ഷോപ്പ് വളരെയധികം ഉയർന്നു പോകട്ടെ. സണ്ണിച്ചേട്ടൻ ഇതിൻ്റെ അകത്ത് ലോകം അറിയുന്ന ഒരു ബുള്ളറ്റിന്റെ ടെക്നീഷ്യനായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VP തോമസ് സാറിനെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഈ വർക്ക്ഷോപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയ സുഭാഷ് ചന്ദ്രബോസ്, മുഖ്യ സന്ദേശം നൽകിയ യൂണിവേഴ്സിറ്റി
കാൽവയ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു രീതിയിലുള്ള വിജയം തീർച്ചയായിട്ടും ഈ വർക്ക്ഷോപ്പിൽ ഉണ്ടാകുമെന്ന് മാത്രം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളും സ്വീകരിക്കുന്നു. നന്ദി, നമസ്കാരം. തമിഴ്നാട് ടൂറിസം അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ ശശികുമാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. தமிழ்நாடு இருசக்கரவாகன சோதனை கோட் கலைஞர்கள் சங்கத்தின் சார்பாக இன்றைய தினம் நாளை நடைபெறுகின்ற ஆட்டோமொபைல் துறையினுடைய தற்போது தந்தையாக இருக்கக்கூடியவர் நமது அழைப்பை ஏற்று நம்மோடு நாளை தினம் நமது கேரள சமூகத்திற்காக பயிற்சி வழங்குவதற்காக வந்திருக்கக்கூடிய தமிழகத்திற்கு யாருக்குமே கிடைக்காத பாக்கியத்தை இன்று நம்ம சதீஷர் பெற்றிருக்காங்க. நம்ம சுபாஷ் சந்திர சார் அவர்கள் மூலமாக இந்த அந்த ஒரு காலத்துல சொல்லணும்னா அந்த புல்லட் கம்பெனி மீண்டும் உற்சாகத்தோடு ஒரு ஆரம்ப காலத்தில் 1980 காலங்களில் அந்த புல்லட் நிறுவனமே சிறப்பாக செயல்படுவதற்கு சார் தான் காரணம். அவர் தான் காரணம். அந்த புல்லட் கம்பெனி மீண்டும் சிறப்பாக செயல்படுவதற்கு மூல காரணமாக இருந்தவர் நம்ம சுபாஷ் சந்திர சார் அவருடைய வருகைக்கு பிறகு அது நிறைய மாற்றங்கள் ஏற்பட்டு ஒரு புது பொலிவு பெற்றது நம்ம சுபாஷ் சந்திர சார் மூலமா தான். அவரே இன்னைக்கு இந்த ஷோரூம் சனி சாரோட ஷோரூம் இந்த ஒர்க் ஷாப் திறந்து வைக்கிறது உண்மையிலேயே நான் வெரி ஹாப்பி. மிஸ்டர் சனி சார் வெரி லக்கி ஸ்பெஷல் அப்படிதான் சொல்லணும். இந்த நிகழ்வில் எனக்கும் அழைப்பு கொடுத்து நானும் இந்த நிகழ்ச்சி சாரோடு கலந்து கொள்ளக்கூடிய பாக்கியத்தை வந்த நம்ம ஏபிசிடி குரூப் ஆல் மெம்பர்ஸ் தேங்க்யூ வெரி மச். இது ஒரு சகோதரத்துவம். அதாவது கேரளத்தில் இருக்கக்கூடிய நமது மெக்கானிக் சகோதரர்களும் சரி, தமிழ்நாட்டில் இருக்கக்கூடிய லட்சக்கணக்கான மெக்கானிக் சகோதரர் சரி, 2 பேரும் ஒரு பிரதர்ஸ் அப்படிதான் சொல்லணும். உண்மையான ஒரு சகோதரர்கள் மொழியை கடந்து எல்லாத்தையும் கடந்து நமக்குள் இருக்கக்கூடிய ஒரே ஒரு நமக்கு எல்லாருக்கும் ஒரே ஒரு அடையாளம் மெக்கானிக். நீங்க தமிழ்நாட்டுல எந்த கேரளா மெக்கானிக் எந்த தமிழ்நாட்டுக்கு வந்தாலும் சரி, எந்த மூளைக்கு போனாலும் சரி, அவர்களுக்கான முழு பாதுகாப்பை தமிழ்நாடு சங்கம் கொடுக்கும். அவர்களுக்கு தேவையான முழு ஒத்துழைப்பை தமிழ்நாடு சங்கம் கொடுக்கும். அவங்களுக்கு தேவையான அனைத்து உதவிகளையும் தமிழ்நாடு சங்கம் செய்யும் என்று கூறி இந்த அருமையான வேலையில இந்த நிகழ்வில் பங்கேற்ற அனைத்து என்னுடைய சகோதரர்களுக்கும் நன்றி சொல்கிறேன். அதே மாதிரி இந்த வருகை தந்து இந்த சிறப்பான சோதனை திறப்பதற்கு எங்களுக்கு 2 நாள் அப்பாயின்மெண்ட் தந்த சுபாஷ் சந்திர சாருக்கு ரொம்ப நன்றி. அதே போல ഈ പ്രോഗ്രാമിന് ആശംസ അറിയിക്കാൻ വേണ്ടി BBC-യുടെ തിരുവനന്തപുരം അധ്യക്ഷനായ ഷാബിയെ ഉദയപൂർവ്വം സ്ഥാപിക്കുന്നു. എല്ലാവർക്കും വിലപ്പെട്ട ഒരു സമയമാണ്. അപ്പോ ആ സമയം വെറുതെ ഞാനങ്ങനെ വേസ്റ്റാക്കാൻ നിങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടിയാൽ താല്പര്യപ്പെടുന്നു. പക്ഷെ എന്റെ സണ്ണിച്ചണം എന്ന് പറഞ്ഞാല് ABC-യുടെ ജീവനാണ്, ABC-യുടെ കരുത്താണ്, പ്രായത്തിന് വെല്ലുന്ന പെർഫോമൻസ് ആണ്. നമുക്ക് യുവാക്കൾക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും സണ്ണിച്ചാൻ ഏറ്റെടുത്ത് നടന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ ഒരു വർക്ക്ഷോപ്പ് പുതിയ തലമുറ വർക്ക്ഷോപ്പാക്കി മാറ്റി പുതിയ തരം രീതിയിലുള്ള വാഹനങ്ങൾ പണിയാനുള്ള ഊർജം ഉണ്ട്. ഇന്ന് പഴയ പുതിയ ആളുകൾ പോലും ഏറ്റവും പുതിയ വാഹനങ്ങൾ പണിയാൻ മുന്നോട്ട് നിൽക്കുമ്പോൾ ഇത്രയും പ്രായമായിട്ട് 10-40 വർഷത്തിൽ കൂടുതലായിട്ട് പണിയുന്ന സണ്ണിച്ചാൻ പുതിയ വാഹനങ്ങൾ ഞാൻ ഏറ്റെടുത്ത് വർക്ക് ചെയ്തോളാന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടാക്കി തന്ന ABCD ആശംസ. അതുപോലെ തന്നെ സണ്ണിച്ചാൻ ഇനിയും വളരട്ടെ. ഇത് ഒരിക്കലും സണ്ണിച്ചാൻ മുന്നോട്ട് പോകുന്നില്ല. സണ്ണിച്ചാനോടൊപ്പം ABCD എന്നും ഉണ്ടാകുമെന്നുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ ഷാ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഈ പ്രോഗ്രാമിന് ആശംസ അറിയിക്കാനായി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിന് സാക്ഷി നിൽക്കുവാൻ എന്റെ ജീവിതത്തിൽ ദൈവം ഭാഗ്യം നൽകുന്നു. അതിനായി ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട മാന്യ വ്യക്തികൾക്കും ഹൃദയം കുടുംബത്തിന് പേരുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ സണ്ണി ഇന്നലെ പറഞ്ഞായിരുന്നു, ഞാൻ എന്നോട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ മറന്നുവെന്ന് പറഞ്ഞു. സണ്ണി അവിടെ വന്ന് ഞാനെന്തോ പറയാൻ എന്നോട് പറയാൻ 2 വാക്ക് പറയണം. എന്റെ ആശാനല്ലേ, എന്റെ ആശാനാണ്, എന്റെ പിതാവാണ്. ഇത് വണ്ടിപ്പണി പഠിപ്പിച്ചെങ്കിലും തന്നെയുടെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച ഞാനാണ്. ഞങ്ങളെല്ലാം ഒരു വർക്ക്ഷോപ്പ് ഫാമിലിയാണ്.
എന്റെ പിതാവ് ഞാനിവിടെ നോക്കുകയാണ് മരിക്കാർ മോട്ടോഴ്സിന്റെ ഫോർമാനായിരുന്നു, ബുള്ളറ്റിന്റെ ഫോർമാനായിരുന്നു. മദ്രാസിലാണ് ഞാൻ ട്രെയിൻ ചെയ്തത്. കാരണം എനിക്കറിയാം 10-60 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ്. അങ്ങനെ മരിക്കാർ ഏജൻസിയിൽ മരിക്കാർ കോട്ടയം മരിക്കാറിന്റെ അവിടുത്തെ ബുള്ളറ്റിന്റെ ഫോർമാനായി അവിടെ വർക്ക് ചെയ്ത സമയത്ത് തന്നെ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് നാഗമ്പടത്തുണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷൻ അവിടെ ഉണ്ടായിരുന്നു. അതെന്റെ ചേട്ടനാണ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ബാബു ഇവിടെ വന്നിട്ടുണ്ട്, സണ്ണിയുണ്ട്. കോട്ടയത്തിന്റെ ചുറ്റുപാടുമുള്ള ഒത്തിരി വർക്ക്ഷോപ്പ് ഇന്നിവിടെ ഉണ്ടെങ്കിൽ അതിലെല്ലാം ഓരോരുത്തരും നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന് പണി പഠിച്ച് അവിടെ നിന്ന് അക്കാര്യങ്ങളോട് നിന്ന് പണി പഠിച്ചതാണ്. അതിന്റെ വലിയൊരു ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥാനത്ത് വന്ന് നിൽക്കുമ്പോൾ എന്റെ പിതാവ് എത്ര വലിയവനായിരുന്നില്ല, എന്റെ പിതാവ് ചെയ്ത അന്ന് ചെറിയ കാര്യമായിരിക്കും ഇന്ന് സണ്ണിയെ പോലുള്ള അനേകരുടെ ജീവിതത്തിൽ അതൊരു മാതൃകയായി എന്റെ പിതാവിന് അത് ചെയ്യാൻ സാധിച്ചത് ഞങ്ങളുടെ മക്കളെയൊക്കെ വലിയൊരു അനുഗ്രഹമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമുള്ളൂ. ഞാൻ അതിനു മുമ്പ് എന്നെ പ്രസംഗിച്ച ആശംസ അറിയിച്ച ബഹുമാനിയ വ്യക്തി പറഞ്ഞു, മാതാപിതാ ഗുരു ദൈവം. എന്റെ ഹൃദയത്തിൽ ഇന്നലെ വന്നൊരു എന്താ പറയണമെന്ന് ഇത്ര പറയാനുള്ളൂ. മാതാ ഗുരു പിതാ ദൈവം. അപ്പൊ മാതാവും പിതാവും ഗുരുവും കഴിഞ്ഞിട്ടാണ് ദൈവമുള്ളത്. അത് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെ സ്നേഹിക്കുന്നവൻ ബഹുമാനിക്കുന്നവൻ ദൈവത്തെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. ഈ സണ്ണിയുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ആ ഗുരുവിനെ വന്ദിക്കുക. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ 3 സ്പാൻഡർ ഞങ്ങൾക്ക് മക്കൾക്ക് പോലും തന്നിട്ടില്ല. 3 സ്പാൻഡർ കൊടുത്താണ് സഹോദര അച്ചായൻ. അതുപോലെ ബാബുവിനോട് നിൽക്കോട്ടെ, ബാബുവിനോട് ചോദിക്കുമായിരുന്നു പിള്ളേരൊക്കെ എന്തുവായിരുന്നു. ഒരു മകൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു, ഒരു മകൻ വർക്ക് ചെയ്യുന്നു. 2 പേരും ഈ വർഷമൊക്കെ ഒരു കാലഘട്ടത്തിൽ ആർക്കും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ വീട്ടിലെ ഉഴപ്പന്മാർക്ക് പണി പഠിക്കാൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഒരു കാലഘട്ടങ്ങളിൽ വർക്ക്ഷോപ്പിനെ എല്ലാവരും കരുതിയിരുന്നത്. ഒരു മടിയന്മാരെ, കാരണം എനിക്കറിയാം ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒത്തിരി ഇവര് മാത്രമല്ല ഒത്തിരി പേരുണ്ട്. എല്ലാ ഉഴപ്പന്മാരായിരുന്നു. ഞാൻ വീട്ടിൽ ശല്യമായി തീരുന്നവർ എല്ലാവരും തൊഴിൽ പഠിപ്പിക്കാൻ വന്നു. അതിൽ ഒത്തിരി പേര് ആ വഴിയായി തന്നെ പോയി. എന്നാൽ അതിൽ നിന്ന് കോട്ടയത്തിന് ചുറ്റും ഞാൻ നോക്കുമ്പോൾ അനേക വർക്ക്ഷോപ്പുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒന്ന് ഓർത്ത് നോക്കി. 41 വർഷം ഒരു 2 സ്മാർട്ട് റൂമായി 1000 രൂപ സ്വന്തം സഹോദരൻ കൊടുത്തതെന്ന് ഇന്ന് 2 മക്കളെ ഉയർച്ചയും ആ സഭയുടെ ജീവിതത്തിൽ തന്ന എല്ലാ ഭൗതിക നന്മയ്ക്ക് ഒരു ചെറിയ പ്രസ്ഥാനത്തിൽ വിശ്വസ്തയോടെ, ഇന്നൊരു വാക്ക് എനിക്ക് പറയാനുള്ളൂ, വിശ്വസ്തയോടെ തങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ നിന്നാൽ ദൈവം മാനിക്കും, ഉയർത്തും. ഇനിയും സണ്ണിയെ സ്വതന്ത്രം ഇനിയും ഉയർത്തട്ടെ. ഈ പ്രസ്ഥാനം റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചങ്കാണ്, ഞങ്ങളുടെയൊക്കെ ജീവനാണ്. കാരണം പിറന്ന് വീണപ്പോ തന്നെ ബുള്ളറ്റിന് മോഡാണ്. കാരണം വർഷം ആയതുകൊണ്ട് ബുള്ളറ്റുകൾ ഉണ്ടായിരുന്നു, പഠിക്കുമായിരുന്നു. കാര്യങ്ങളൊക്കെ മെക്കാനിക്കൽ എനിക്ക് കുറവായിരുന്നു. പക്ഷെ എന്റെ ബ്രദർ ഇപ്പൊ ജർമ്മനിലാണ്. അങ്ങനെക്കും നാട്ടിൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, സമയമുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെയൊക്കെ ഇന്ന് വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ അച്ചായൻ ഒരു സമയം അങ്ങനെ ഇല്ലായിരുന്നല്ലേ ബാബു. ആരുടെയും മുഖം നോക്കി, ആരെയും വലിയവനൊന്നോ ചെറിയവനൊന്നും കരുതാതെ എല്ലാവരെയും ഒരുപോലെ കരുതി സ്നേഹിച്ച് മക്കളെ പോലെ കൊണ്ടു നടത്തി. ബുള്ളറ്റിന്റെ പണിയൊന്നും ഞാൻ തുറന്നു പറയാം, ആദ്യ കാലഘട്ടങ്ങളിൽ ഭാഷ അറിയാം, മലയാളം അറിയാൻ മേല. ആരും ബുള്ളറ്റിന്റെ ടൈമിംഗ് ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. എന്നാൽ എന്റെ അച്ചായൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പിള്ളേരെല്ലാം ചുറ്റോട് നിന്ന്, സന്ധ്യയൊക്കെ ചുറ്റോട് നിന്ന് ആ ടൈമിംഗ് എല്ലാം അച്ചായൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഗുരു ഉണ്ടായിരുന്നു. മറ്റുള്ള ഒരു ഗുരു ഉണ്ടോ എന്ന് എനിക്കറിയാൻ മേല. എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വർക്ക്ഷോപ്പ് നടത്തുന്ന ഓരോ പീപ്പിളും എന്ന് പറയട്ടെ, അനേകരിവിടെ വന്നിട്ടുണ്ട്. നിങ്ങളും മറ്റുള്ളവർക്ക് അടുത്ത തലമുറയ്ക്ക് ഈ ബുള്ളറ്റിന്റെ സകല ടെക്നോളജി പറഞ്ഞു കൊടുത്ത് അടുത്തൊരു തലമുറ ബുള്ളറ്റിന്റെ തലമുറ ഇവിടെ വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പ്രസ്ഥാനത്തിന് ദൈവം തമ്പുരാൻ സകല അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ അവസരം തന്ന ഇതിന്റെ സംഘാടകർക്കായി എന്നെ പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഇതിന്റെ നായകൻ ഹരിദാസ് കരുതാകുളത്തിന് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ABCD അംഗങ്ങളെ, ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, 40-40 വർഷമായിട്ട് ഈ പ്രദേശത്ത് ബുള്ളറ്റിന്റെ ഒരു വർക്ക്ഷോപ്പ് നടത്തുകയും അതുവഴി മറ്റ് ചെറിയ വാഹനങ്ങള് പണിത് കൊടുത്ത് ഇവിടെ ഒരു പേര് എടുത്ത സണ്ണിച്ചാണ്. ഇന്ന് ആ പ്രസ്ഥാനം മുതുക്കി നല്ല നിലയിലേക്ക് ബുള്ളറ്റ് മാത്രം പണിതുകൊണ്ട് ഒരു മാറ്റത്തിലേക്ക് ആണ് ഇന്ന് സണ്ണിച്ചാൻ മാറിയിരിക്കുന്നത്. 40 വർഷം മുമ്പ് AWT എന്ന അസോസിയേഷനിൽ അംഗമായിരുന്ന സണ്ണിച്ചാണ് 5 വർഷമായിട്ട് അതിൽ നിന്ന് മാറി
ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ വർക്ക്ഷോപ്പ് കൂട്ടായ്മയായ അതിന്റെ ശാഖകൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ഓർപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ABCD എന്ന വടവൃക്ഷത്തിന്റെ അകത്ത് അംഗമാകുകയും അതുവഴി അദ്ദേഹത്തിന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്ത ഈ സന്ദർഭത്തിൽ എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് കിടക്കുവാണ്. നമ്മുടെ ഈ വർക്ക്ഷോപ്പിന്റെ സ്വാഗതം ചെയ്ത് ഇന്ന് ഈ വർക്ക്ഷോപ്പിലെ വന്നിരിക്കുന്നവരെ സ്വാഗതം ചെയ്ത സന്നിധാനം പ്രധാന അധ്യക്ഷ അലങ്കാരം വഹിച്ച പ്രദീപ് ഗുരുപടകി എന്റെയും ABCDയുടെയും അതുപോലെ തന്നെ സന്നിച്ചാന്റെ കുടുംബത്തിന്റെയും കൃതജ്ഞത അറിയിക്കുന്നു. ഈ വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ച സുഭാഷ് ചന്ദ്രബോസ് ബുള്ളറ്റ് ബോസ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ബുള്ളറ്റിന്റെ ദൈവമെന്ന് സന്നിചാരനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ബുള്ളറ്റിന്റെ ബോസിനെ ഈ പ്രസ്ഥാനത്തിന്റെയും ABCD എന്ന പ്രസ്ഥാനത്തിന്റെയും സന്നിചാരന്റെ കുടുംബത്തിന്റെയും കൃതജ്ഞത അറിയിച്ചുള്ളത്. മുഖ്യ പ്രഭാഷണം നടത്തിയ റോയൽ എൻഫീൽഡ് ട്രെയിനർ ബിനു ആന്റണി സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ആശംസകൾ അർപ്പിച്ച തമിഴ്നാട് ടൂ വീലർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശശികുമാർ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് PT സോമൻകുട്ടി സാറിനും കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. വാർഡ് മെമ്പറും സാറാമ്മ തോമസ് ഇവിടെ വന്നിട്ടില്ല. ആ മാഡത്തിനും നമ്മള് കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. മണർകാട് ഭഗവതി ക്ഷേത്രത്തിലെ മാനേജർ KK ശിവകുമാർ സാർ വന്നിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിനും കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രസ്ഥാനം വളർന്ന് പന്തലിച്ച് വലിയൊരു മാതൃക അടുത്ത തലമുറയ്ക്ക് കാണിച്ചു തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിട്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്തേടെ വാഴുന്ന ഒരു മാതൃക സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.